കണ്ണൂരിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന് പഞ്ചായത്തിൽ LDFന് തിരിച്ചടി. സീറ്റ് നില തുല്യമായിരുന്ന മുണ്ടേരി പഞ്ചായത്തിൽ വോട്ടെടുപ്പിൽ സിപിഐഎം അംഗത്തിന്റെ വോട്ട് അസാധുവായി. 12ാം വാർഡംഗം സുനിൽ ബാലറ്റിന് പുറത്ത് ഒപ്പിടാത്തതാണ് അസാധുവാകാൻ കാരണം. മുസ്ലിം ലീഗിലെ CK റസീന പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ രാഗേഷിന്റെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ അസാധുവായി പോയതല്ല, രാഗേഷിനെതിരെയുള്ള പ്രതിഷേധമാണ്. ഈ മുണ്ടേരി പഞ്ചായത്തിനെ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ, മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിനെ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് മുദ്രയുടെ പേരിൽ രാഗേഷ് നടത്തിയിട്ടുണ്ട്. സ്വന്തം കുടുംബത്തെ, സഹോദരൻ്റെ ഭാര്യയെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാനുള്ള തീരുമാനത്തിനെതിരാണ് CPMന്റെ തലമുണ്ടാന്നൊക്കെ പറയുന്ന സ്ഥലം. അവിടെയൊന്നും ബൂത്തിൽ പോലും ഇരിക്കാൻ പറ്റാത്ത പാർട്ടി കോട്ടയാണ്. അവിടെ നിന്നുൾപ്പെടെ UDF ജയിച്ചെങ്കിൽ രാഗേഷിന്റെ വാർഡ് ജയിച്ചത് UDF ആണ്. ഇപ്പോൾ പഞ്ചായത്തും ജയിച്ചിരിക്കുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ജയിച്ചിരിക്കുന്നു, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജയിച്ചിരിക്കുന്നു. KK രാഗേഷിനെതിരെയുള്ള പ്രതിഷേധമാണ്. അഭിജിത്ത് മുഴക്കുന്ന ഗുഡ് ഈവനിങ്. ഇതെന്തൊരു ഗതിയാണ്? സ്വന്തം വാർഡ് പോകുന്നു, അത് കഴിഞ്ഞപ്പോൾ ദാ പഞ്ചായത്തും പോകുന്നു. എന്താണ് ഇങ്ങനെ അസാധുവാക്കി കളയാമോ? ശ്രദ്ധയൊക്കെ വേണ്ടേ? സുജയ, അതുതന്നെയാണ് ഉയരുന്ന ചോദ്യം. 7-7 എന്ന നിലയിലാണ് മുണ്ടേരി പഞ്ചായത്തിലെ സീറ്റ് നിലയുണ്ടായിരുന്നത്. CPMന്റെ ഉരുക്കുകോട്ട. കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPM ഭരിക്കുന്ന ഈ മുണ്ടേരി പഞ്ചായത്തിലാണ് ഇത്തവണ 7 സീറ്റുകൾ UDF പിടിക്കുന്നത്. അതിന് പിന്നാലെ അത് നറുക്കെടുപ്പിലേക്ക്, ടോസിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇന്ന് നടന്ന വോട്ടെടുപ്പിലാണ് LDF അംഗത്തിന്റെ ഒരു വോട്ട് അസാധുവായി മാറിയത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുറകുവശത്ത് പേരും ഒപ്പും ഇടണം, പക്ഷേ ഇയാൾ ഒപ്പിട്ടില്ല. അതോടുകൂടി ഈ വോട്ട് അസാധുവായി മാറുന്നു. അങ്ങനെ UDFന് വിജയമുണ്ടാകുന്നു. മുണ്ടേരി പഞ്ചായത്തിന്റെ ഭരണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതിലൊരു ആരോപണമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് KK രാഗേഷിനോടുള്ള പ്രതിഷേധ സൂചകമായാണ് അങ്ങനെ തന്റെ വോട്ട് ഈ LDF അംഗം തന്നെ അസാധുവാക്കിയത് എന്നാണ്. നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ വലിയ ആരോപണങ്ങൾ കോൺഗ്രസ് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു. KK രാഗേഷിനെതിരെ ഗുരുതരമായ പല ആരോപണങ്ങളും കോൺഗ്രസ് ഉന്നയിച്ചതാണ്, UDF ഉന്നയിച്ചതാണ്. ഏതായാലും എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ ആ പഞ്ചായത്തിൽ ഒരു ലീഗിന്റെ പ്രസിഡന്റ് വരികയാണ്, ഒരു വനിതാ പ്രസിഡന്റ് വരികയാണ്. വനിതാ പ്രസിഡന്റാണ്, UDFന്റെ പ്രസിഡന്റാണ്. ഇനിയിപ്പോൾ അങ്ങനെ ലീഗിലെ CK റസീന മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റായി. ഇനി മുണ്ടേരിയെ പറ്റി മിണ്ടരുതെന്ന് പാർട്ടി KK രാഗേഷിനോട് പറയുമോ? ഇനി എന്താണ് സംഭവിക്കുക? നമുക്ക് കാത്തിരുന്ന് കാണാം.